ഹായ് ഫ്രണ്ട്സ്, R4iലേക്ക് എല്ലാവർക്കും സ്വാഗതം. US അഡ്മിനിസ്ട്രേഷൻ്റെ ഏപ്രിൽ 2-ാം തീയതിത്തെ ആ ഒരു താരിഫ് ബോംബിങ്ങിൽ ഇപ്പോൾ ഗ്ലോബലായിട്ട് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ് പരിശോധിച്ചാൽ ആ ഒരു താരിഫിൻ്റെ ഒരു പ്രത്യാഘാതം എന്നോണം എല്ലാ സ്റ്റോക്ക് മാർക്കറ്റുകളും വലിയ തോതിൽ താഴോട്ടേക്ക് പോയിരുന്നു. നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റും താഴോട്ടേക്ക് പോയിരുന്നു. എന്നാൽ നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് ആദ്യമായിട്ട് ആ ഒരു ഏപ്രിൽ 2 ആ ഒരു ലെവലിലേക്ക് ഏറ്റവും ഫാസ്റ്റായിട്ട് തിരിച്ചു വന്ന ഇൻഡെക്സ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റാണെന്ന് കാണാൻ കഴിയും. ഇവിടെ നിഫ്റ്റി 50യുടെ ഒരു ഏപ്രിൽ 2 ഒരു വാല്യൂ നമ്മൾ കാണുന്നത് 23,332 ആയിരുന്നു. അവിടെ നിന്ന് ഏപ്രിൽ 3 അത് 23,250 കാണും. പിന്നീട് ഏപ്രിൽ 4 22,904 കാണും. ഏപ്രിൽ 7 22,161 എന്നുള്ള വളരെ ലോ ആയിട്ട് വലിയൊരു പോയിന്റിൻ്റെ ക്രാഷാണ് ഉണ്ടായത്. എന്നാൽ ഇപ്പോൾ നമ്മൾ കാണുന്നത് ഏപ്രിൽ 2 മുമ്പുണ്ടായിരുന്ന ആ ലെവലിലേക്ക് നിഫ്റ്റി തിരിച്ചെത്തിയിട്ട് ഇപ്പോൾ 23,840 ഇന്ന് ക്ലോസ് ചെയ്തത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ ഒരു റിക്കവറി നിഫ്റ്റിയിൽ ഉണ്ടായപ്പോൾ മറ്റ് ബ്രോഡ് മാർക്കറ്റ് ഇൻഡെക്സുകളിലും അതുണ്ടായതായിട്ട് കാണാൻ കഴിയും. മിഡ് ക്യാപ്പിൽ ഏപ്രിൽ 2 വാല്യൂ 19,200 ആയിരുന്നു. അതിപ്പോൾ 19,433 തിരിച്ചു വന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതേപോലെ സ്മോൾ ക്യാപ്പ് 250 ഇൻഡെക്സിൽ ഏപ്രിൽ 2 വാല്യൂ 15,179 ആയിരുന്നു. അവിടെ നിന്ന് താഴോട്ടേക്ക് പോയിട്ട് ഇപ്പോൾ തിരിച്ച് 15,452 തിരിച്ചു വന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഏപ്രിൽ 2 അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പ്രഖ്യാപിച്ച താരിഫ് നയങ്ങളിൽ കാലിടറാതെ ഇന്ത്യൻ ഇൻഡെക്സുകൾ പിടിച്ചു നിന്നു എന്നാണ് ഈ ഒരു വിപണിയുടെ പ്രകടനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഈ ഒരു താരിഫ് മൂലമുണ്ടായ എല്ലാ നഷ്ടങ്ങളും ബെഞ്ച് മാർക്ക് ഇൻഡെക്സുകൾ ഇപ്പോൾ തിരിച്ചു പിടിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇന്ന് നിഫ്റ്റി നമുക്ക് കാണാൻ കഴിയുന്നത് 400 പോയിന്റിൻ്റെ ഒരു റാലിയാണ് നടന്നത്. ഇന്നലെ US മാർക്കറ്റ് നെഗറ്റീവിൽ ക്ലോസ് ചെയ്തിട്ട് പോലും ഇത്തരത്തിലുള്ള ഒരു 400 പോയിന്റിൻ്റെ റാലി ഇന്ത്യൻ മാർക്കറ്റിൽ ഉണ്ടാകും എന്ന് പറയുമ്പോൾ അത് തികച്ചും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇതോടെ വ്യാപാര യുദ്ധത്തിൻ്റെ ആ ഒരു അസ്ഥിരതകൾക്കിടയിൽ ഇന്ത്യൻ വിപണികളെ നിക്ഷേപകർ സുരക്ഷിതമായിട്ടുള്ളൊരു താവളമായിട്ട് കണക്കാക്കിയെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ ഉയർന്ന താരിഫുകളെ നേരിടാനുള്ള ഒരു ശക്തി നമ്മുടെ ഇന്ത്യൻ എക്കണോമിക്ക് ഉണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ചൈനയുമായിട്ടുള്ള ഒരു ട്രേഡ് വാർ ഓൾറെഡി നടക്കുന്നത് കൊണ്ട് തന്നെ ഇവിടെ അതിൻ്റെ ഒരു നേട്ടം ഉണ്ടാകാൻ പോകുന്നത് ഇന്ത്യൻ മാർക്കറ്റിലായിരിക്കും എന്ന ഒരു സ്പെക്കുലേഷനാണ് ഈ ഒരു റാലിക്കുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം. അപ്പോൾ നമ്മൾ സെക്ടോറൽ ഇൻഡെക്സുകൾ പരിശോധിച്ചാൽ ബാങ്കിങ് ആൻഡ് ഫൈനാൻഷ്യൽ സെഗ്മെൻറ്റിലാണ് കാര്യമായ മുന്നേറ്റം നടന്നതെന്ന് കാണാൻ കഴിയും. കാരണം അവിടെ താരിഫിൻ്റെ യാതൊരു ഇമ്പാക്റ്റും ഇല്ലാത്ത സെക്ടറുകളാണത്. അവിടെ നമുക്ക് കാണാൻ കഴിയും ഇന്ന് ഏറ്റവും മുന്നോട്ട് പോയത് ICICI ബാങ്ക്, SBI, കടാക് ബാങ്ക്, ബജാജ് ഫിൻസർവ്, ആക്സിസ് ബാങ്ക്, ശ്രീറാം ഫിനാൻസ്, SBI ലൈഫ്, മുത്തൂറ്റ് ഫിനാൻസ്, അതുപോലെ LIC ഹൗസിംഗ് ഫിനാൻസ് പോലെയുള്ള ബാങ്കിങ് ആൻഡ് നോൺ ബാങ്കിങ് കമ്പനികളൊക്കെയാണ് മുന്നോട്ടേക്ക് പോയതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഈ ഒരു മാർക്കറ്റ് റാലിക്ക് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാറ്റലിസ്റ്റ് ആയിട്ട് നിന്നിട്ടുള്ളത് ഇപ്പോൾ FIIസിൻ്റെ ബൈങ് ആണ്. കാരണം ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് കഴിഞ്ഞ 2 ട്രേഡിംഗ് സെഷനിലായിട്ട് ഏകദേശം 10,000 കോടിയുടെ ബൈങ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നും ആ ഒരു ഡാറ്റ തീർച്ചയായിട്ടും നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അത് എത്രമാത്രം FIIs ബൈങ് നടത്തിയിട്ടുണ്ടോ അതല്ല അവർ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. ട്രംപ് റിലേറ്റഡ് ആയിട്ടുള്ള താരിഫ് ഇഷ്യൂസ് അത് ഒരു ഇഷ്യൂ അല്ലാതായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ഗ്ലോബൽ സിനാരിയോ ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ജപ്പാനുമായിട്ട് US ഓൾറെഡി ട്രേഡ് ടോക്ക് ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഏഷ്യൻ മാർക്കറ്റുകളിലും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു താരിഫ് വാറിൽ അമേരിക്ക അവരുടെ പാർട്ട്നേഴ്സായിട്ട് കാണുന്നത് UK, ജപ്പാൻ, സൗത്ത് കൊറിയ, ഇത് കൂടാതെ ഇന്ത്യയും ആ ഒരു പാർട്ട്ണർഷിപ്പിലേക്ക് വരികയാണ് എന്നാണ് നമുക്ക് കാണാൻ കഴിയുക. കാരണം ഇന്ത്യയുമായിട്ടുള്ള യാതൊരുവിധ പ്രതികാര നടപടികളും നമുക്ക് കാണാൻ കഴിയുകയില്ല. അതുകൊണ്ട് തന്നെ അമേരിക്ക ഇന്ത്യയെ വിശ്വാസത്തിലെടുത്തുകൊണ്ടുള്ള ട്രേഡ് ടോക്സ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ താരിഫ് വാറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അനിശ്ചിതത്വം വേൾഡ് മാർക്കറ്റിൽ ഇപ്പോഴും നിലവിലുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് US മാർക്കറ്റിൽ തീർച്ചയായിട്ടും ഒരു സ്ലോ ഡൗൺ ഉണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് US ഡോളർ വലിയ തോതിൽ വീക്കായിട്ടുണ്ട്. ഇപ്പോൾ അത് 99 താഴെ 99.5 എന്നുള്ള ലെവലിലേക്കൊക്കെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. 109 എന്ന ലെവലിൽ നിന്നാണ് ഈ ഒരു ഡ്രോപ്പ് ഡോളർ ഇൻഡെക്സിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഡ്രോപ്പ് തീർച്ചയായിട്ടും ഇന്ത്യൻ റൂപ്പിക്ക് ഒരു ശക്തി പകർന്നിട്ട് ഇപ്പോൾ ഇന്ത്യൻ റൂപ്പി 85.4 എന്നുള്ള ആ ഒരു ലെവലിലേക്ക് ഇപ്പോൾ തിരിച്ചു വന്നതായിട്ടും കൂടുതൽ ശക്തി ആർജിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും. കൂടാതെ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ ബൈങ് ഇതിനെ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുന്നുമുണ്ട്. ഇതുകൂടാതെയാണ് ക്രൂഡ് ഓയിൽ പ്രൈസ് ഇപ്പോഴും അത് 63, 66 ലെവലിലൊക്കെയാണ് നിൽക്കുകയാണ്. ഇപ്പോഴും നമുക്ക് WTI ക്രൂഡ് 63 ആണ്, ബ്രന്റ് ക്രൂഡ് 66 ആണ്. തീർച്ചയായിട്ടും ഈ ഒരു ലെവൽ വളരെയധികം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു അഡ്വാൻറ്റേജ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ്. കാരണം നമ്മുടെ ഇൻഫ്ലേഷനെ
കുറക്കുന്നതിന് വലിയ തോതിൽ സഹായിക്കുന്ന ഒരു കാര്യമാണ് ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസിലുണ്ടാകുന്ന ഡിപ്രിസിയേഷൻ. അപ്പോൾ ഇന്ന് നമ്മൾ നിഫ്റ്റി 500 സ്റ്റോക്ക് നോക്കുകയാണെങ്കിൽ ഏറ്റവും അധികം റാലി നടന്നിട്ടുള്ളത് FICT എന്ന് പറയുന്ന ഫെർട്ടിലൈസർ സ്റ്റോക്കിലാണ്. നമുക്ക് FICT എന്ന് പറയുന്ന ഈ ഒരു സ്റ്റോക്ക് അതിൻ്റെ ഹൈയിൽ നിന്നും 36% താഴത്തേക്ക് വന്ന ഒരു സ്റ്റോക്കായിരുന്നു. കൂടാതെ ഹൈ PE റേഷ്യോയിൽ ട്രേഡ് ചെയ്യുന്ന ഒരു സ്റ്റോക്കാണ് FICT. 584 എന്നുള്ള അൺയൂഷ്വൽ ആയിട്ടുള്ള ഒരു PE ആണ് നമുക്കതിൻ്റെ ഇപ്പോൾ കാണാൻ കഴിയുക. അപ്പോൾ ഈ ഒരു FICTയിലാണ് ഇപ്പോൾ ഇന്നൊരു ഏറ്റവും അധികം മുന്നോട്ട് പോയിട്ടുള്ളത്. 12-13% റാലിയാണ് അവിടെ നടന്നതെന്ന് കാണാം. അപ്പോൾ ഭൂരിഭാഗം ഫെർട്ടിലൈസർ സ്റ്റോക്കുകളിലും കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നല്ലൊരു മൊമെൻറ്റം ദൃശ്യമാണ്. മുൻനിര സ്റ്റോക്കുകളായിട്ടുള്ള കോറോമൻഡൽ ഇന്റർനാഷണൽ, ചമ്പാൽ ഫെർട്ടിലൈസേഴ്സ്, പാർദി ഫോസ്ഫേറ്റ്, അതുപോലെ ഗുജറാത്ത് സ്റ്റേറ്റ് ഫെർട്ടിലൈസർ കെമിക്കൽ GSFC, അതുപോലെ രാഷ്ട്രീയ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് RCF, നാഷണൽ ഫെർട്ടിലൈസേഴ്സ് പോലെയുള്ള കമ്പനികളിലൊക്കെ കഴിഞ്ഞ ഒരാഴ്ച നല്ലൊരു മൊമെൻറ്റം ഉണ്ടായതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം മൺസൂൺ സീസൺ വരാൻ പോകുന്നതാണ്. അപ്പോൾ ഈ പ്രത്യേകിച്ച് ഈ ഫെർട്ടിലൈസർ സ്റ്റോക്കുകൾ ഒരു സീസണൽ സ്റ്റോക്കാണ്. അതിൻ്റെ ഒരു ഷോർട്ട് ടേം മൂവ് ഉണ്ടാകുന്ന സമയത്ത് അതിലെപ്പോഴും ഒരു മൊമെൻറ്റം ഉണ്ടാകാറുണ്ട്. അപ്പോൾ ടെക്നിക്കലി ട്രേഡ് ചെയ്യുന്നവർ ഈ സ്റ്റോക്കുകൾ ഈ സമയത്ത് നോക്കി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒരു ഷോർട്ട് ടേം നേട്ടത്തിന് അവരതിനെ ഉപയോഗിക്കും. അപ്പോൾ പല സ്റ്റോക്കുകളിലും അതിൻ്റെ വാല്യുവേഷൻ ഇപ്പോൾ വളരെ ഹൈ ആണെന്ന് കാണാം. അതുകൊണ്ട് കൃത്യമായ ഒരു എക്സിറ്റ് എൻട്രി സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്ത് പോകേണ്ട ഒരു സെക്ടറാണ് ഫെർട്ടിലൈസർ സെക്ടർ. ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു മൊമെൻറ്റം പ്യുവർലി ഒരു ടെക്നിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു മൊമെൻറ്റം ആണെന്ന് കാണാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ കെയർഫുൾ ആയിട്ട് നീങ്ങേണ്ട സ്റ്റോക്കുകളായിരിക്കും ഫെർട്ടിലൈസർ സ്റ്റോക്കുകൾ. ഇന്ന് 4% ഒരു അപ്സൈഡ് മൂവ് കാണിച്ച മറ്റൊരു സ്റ്റോക്കാണ് കാഫിൻ ടെക്നോളജീസ് എന്ന് പറയുന്ന ഫിനാൻഷ്യൽ ടെക്നോളജി കമ്പനി. അപ്പോൾ ഈ ഒരു സ്റ്റോക്കിൽ ഇങ്ങനെയൊരു അപ്സൈഡ് മൂവ്മെൻറ്റ് ഉണ്ടാകാനുള്ള ഒരു കാരണം അവർ സിംഗപ്പൂർ ബേസ്ഡ് ആയിട്ടുള്ള അസൻറ്റ് ഫണ്ട് സർവീസസ് എന്ന് പറയുന്ന ഇന്റർനാഷണൽ കമ്പനിയെ ടേക്ക് ഓവർ ചെയ്യാൻ പോവുകയാണ്. 51% ആ ഒരു കമ്പനിയിൽ ഇവർ ഓൾറെഡി അവരുടെ സ്റ്റേക്ക് സ്ഥാപിച്ചു കഴിഞ്ഞു. ഇപ്പോൾ $34.7 മില്യൺ ഒരു ഡീലിലൂടെയാണ് അത് നടന്നിട്ടുള്ളത്. ഇവർ പൂർണ്ണമായിട്ട് ആ കമ്പനി ഏറ്റെടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. 100% ഓണർഷിപ്പ് തന്നെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ 51% ഉണ്ട്. അപ്പോൾ ബാക്കി വരുന്ന 49% ഘട്ടം ഘട്ടമായിട്ട് 2030 ആകുമ്പോഴത്തേക്കും അത് കംപ്ലീറ്റ് ചെയ്യുമെന്നാണ് കമ്പനിയുടെ ഒഫീഷ്യൽസ് അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു അക്വിസിഷനോട് കൂടി കാഫിൻ ടെക് ഗ്ലോബൽ ഫണ്ട് അഡ്മിനിസ്ട്രേഷൻ മാർക്കറ്റിൽ എൻട്രി എടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ അസൻറ്റ് എന്ന് പറയുന്ന ഈ ഒരു കമ്പനി ഏകദേശം 18ഓളം രാജ്യങ്ങളിൽ വ്യാപിച്ച് കിടക്കുന്ന, അതുപോലെ 260ഓളം ഗ്ലോബൽ അൾട്ടർനേറ്റീവ് അസറ്റ് മാനേജേഴ്സും അതേപോലെ 576ഓളം ഫണ്ടുകളൊക്കെ കൈകാര്യം ചെയ്യുന്ന ഏകദേശം $204 ബില്യൺ അസറ്റ് അണ്ടർ അഡ്മിനിസ്ട്രേഷനിലുള്ള ഒരു കമ്പനിയാണ്. അതിനെയാണ് ഇവർ ടേക്ക് ഓവർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പാർട്ട്ണർഷിപ്പോട് കൂടി കാഫിൻ ടെക് ഇന്ത്യയിൽ നിന്നുള്ള ഒരു ആദ്യത്തെ ഗ്ലോബൽ ഫണ്ട് അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് മാറാൻ പോവുകയാണ്. അപ്പോൾ ഇതാണ് ഈ കമ്പനിയിൽ ഒരു മുന്നേറ്റം ഇപ്പോൾ ഉണ്ടാകാനുള്ള ഒരു കാരണം. ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ഈ ഒരു അക്വിസിഷൻ പല വിധത്തിലുള്ള നടപടിക്രമങ്ങളും റെഗുലേറ്ററി അപ്രൂവലൊക്കെ നേടിയതിനു ശേഷമാണ് പൂർണ്ണമായിട്ടും ഓപ്പറേഷണൽ ആവുക. അപ്പോൾ കാഫിൻ ടെക് തീർച്ചയായിട്ടും നമ്മൾ റഡാറിൽ വെക്കേണ്ട ഒരു സ്റ്റോക്കാണെന്ന് ഇതിൽ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ മാർക്കറ്റ് ഇത്രമാത്രം റാലി നടക്കുമ്പോഴും ഇന്ന് നെഗറ്റീവിൽ ക്ലോസ് ചെയ്ത ഒരു സ്റ്റോക്കാണ് ഏഞ്ചൽ വൺ. ഏഞ്ചൽ വണ്ണിൻ്റെ റിസൾട്ട് കഴിഞ്ഞ ദിവസം വന്നിരുന്നു. അതിൻ്റെ റിസൾട്ട് വളരെ നിരാശപ്പെടുന്ന ഒരു റിസൾട്ടാണ് നമുക്ക് കാണാൻ കഴിയുക. ഇയർ ഓൺ ഇയർ സെയിൽസിൽ 22% ഡൗൺ ആയിന്. അതുപോലെ ഇയർ ഓൺ ഇയർ പ്രോഫിറ്റിൽ 48% ഒരു ഡൗൺ ആണ് ഉണ്ടായിട്ടുള്ളത്. അതുപോലെ ക്വാർട്ടർ ഓൺ ക്വാർട്ടർ സെയിൽസിൽ 16% ഫോളും, അതുപോലെ ക്വാർട്ടർ ഓൺ ക്വാർട്ടർ പ്രോഫിറ്റിൽ 38% ഫോളും നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ കമ്പനിയുടെ റിസൾട്ടിനോട് അനുബന്ധിച്ചുള്ള ഇൻവെസ്റ്റർ പ്രസൻറ്റേഷനിൽ നമ്മൾ കാണാൻ കഴിയുന്നത് ഈ ഒരു ഫോളിനുള്ള പ്രധാനപ്പെട്ട കാരണം ഇവരുടെ മെയിൻ ബിസിനസ് ആയിട്ടുള്ള ബ്രോക്കിംഗ് ബിസിനസ്സിൽ ഉണ്ടായിട്ടുള്ള ഡിക്ലൈനാണ്. നമുക്കറിയാം 2024 സെപ്റ്റംബർ ക്വാർട്ടറിന് ശേഷം നമ്മുടെ മാർക്കറ്റിൽ വലിയ തോതിലുള്ള ഒരു വീക്ക്നെസ് ഉണ്ടായിരുന്നു. ആ വീക്ക്നെസ്സിൻ്റെ ഭാഗമായിട്ട് ഡിമാറ്റ് അക്കൗണ്ടുകൾ പുതുതായിട്ട് തുറക്കുന്നതിൻ്റെ എണ്ണം കുറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ റീറ്റെയിൽ പാർട്ടിസിപ്പേഷനും കുറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ F&O സെഗ്മെൻറ്റിൽ ഉണ്ടായിട്ടുള്ള വമ്പിച്ച ചേഞ്ചസ് അല്ലെങ്കിൽ അവിടെ കൊണ്ടുവന്നിട്ടുള്ള റെഗുലേറ്ററി ചേഞ്ചസ് ഒക്കെ ഈ ബ്രോക്കിംഗ് സ്ഥാപനങ്ങളുടെ ബിസിനസ്സിനെ വലിയ തോതിൽ ബാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏഞ്ചൽ വണ്ണിൻ്റെ റവന്യൂ സ്പ്ലിറ്റ് തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ക്വാർട്ടർ 3 F&O സെഗ്മെൻറ്റിൽ 81% റവന്യൂ ഉണ്ടായിരുന്നത് ഇപ്പോൾ 77% കുറഞ്ഞതായിട്ട് കാണാം. അപ്പോൾ ഈ F&O സെഗ്മെൻറ്റിൽ ഉണ്ടായിട്ടുള്ള ഇത്തരം പരിഷ്കാരങ്ങൾ തീർച്ചയായിട്ടും ബ്രോക്കറേജ് ഹൗസുകളെ വലിയ തോതിൽ ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഏഞ്ചൽ വണ്ണിൻ്റെ റിസൾട്ട് നൽകുന്ന ഒരു സൂചന വരാൻ പോകുന്ന ഇത്തരത്തിൽ മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള പാർട്ടിസിപ്പൻറ്റ് കമ്പനികളിൽ അതിൻ്റെ റിസൾട്ടിൽ ഒരു ഡിക്ലൈൻ സ്വാഭാവികമായിട്ട് ഉണ്ടാകാനുള്ള ഒരു സാധ്യതയാണ് ഇത് നൽകുന്ന ഒരു സൂചന. അപ്പോൾ ഏതായാലും ഇന്നത്തെ മാർക്കറ്റിലുണ്ടായിട്ടുള്ള ഒരു അപ് ട്രെൻഡ് വരാൻ പോകുന്ന ഒരു റിവേഴ്സലിൻ്റെ ഒരു സൂചനയാണോ അതല്ല ഈ ഒരു
ലെവൽ സസ്റ്റെയിൻ ചെയ്യാതെ നിഫ്റ്റി താഴോട്ടേക്ക് പോകുമോ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.